ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നെ കാണുന്നവരാണെന്നുണ്ടെങ്കിലും അറിയുന്നവരാണെങ്കിലും എല്ലാവർക്കും ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും എൻ്റെ മുഖത്ത് വന്നിട്ടുള്ള ഈ ഒരു മാറ്റത്തെ പറ്റിയിട്ടുള്ള. അപ്പോൾ ഇതിൻ്റെ ചിക്കൻ ബോക്സിൻ്റെ ആദ്യത്തെ ദിവസമാണ്. ആദ്യത്തെ ദിവസം മുതൽ 10 ദിവസം വരെയുള്ള എൻ്റെ മാറ്റങ്ങളാണ് ഞാനിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. കൂടെ ഞാൻ എന്ത് കഴിച്ചിരുന്നു, എങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ അനുഭവങ്ങൾ എന്നുള്ള കാര്യങ്ങളും കൂടിയാണ്. ഇതാണ് എൻ്റെ ആദ്യത്തെ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തുടക്കം ഇങ്ങനെയായിരുന്നു കേട്ടോ. രണ്ടാമത്തെ ദിവസമായപ്പോത്തിന് എനിക്ക് ഇന്നെ തന്നെ മൊത്തത്തിൽ മാറിയ പോലത്തെ ഒരു ഫീലായിരുന്നു കേട്ടോ. ഇതാണ് എൻ്റെ രണ്ടാമത്തെ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ദിവസത്തിൽ ഇതാ നല്ല രീതിയിൽ തന്നെ നല്ല പെയിനും ശരീരവേദനയും പനിയും അങ്ങനെ ഉറങ്ങാൻ പറ്റാത്തൊരു ദിവസം എന്നായിരുന്നു എൻ്റെ ചിക്കൻ ബോക്സിൻ്റെ രണ്ടാമത്തെ രാത്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. സഞ്ചാരം എന്ന് പറഞ്ഞാൽ ഭയങ്കര വേദനയായിരുന്നു. മൂന്നാമത്തെ ദിവസമാണ് ഈ എത്തിട്ട്. രണ്ടാമത്തെ ദിവസം ഞാൻ പോയി ഡോക്ടറൊക്കെ കാണിച്ചു. പിന്നെ എന്താ പറയുക, ആൻറ്റിബയോട്ടിക്കും മെഡിസിൻസൊക്കെ 5 നേരം വെച്ചിട്ടായിരുന്നു മരുന്ന് കുടിക്കാണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ആ കറക്റ്റ് 5 നേരത്തിന് തന്നെ മരുന്ന് കഴിക്കാനുണ്ടായിരുന്നു. പിന്നെ നല്ല രീതിയിൽ വെള്ളം കുടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യമായിട്ട് ഇതിന് വേണ്ടത് നമ്മൾ കുളിക്കുകയാണ് കേട്ടോ. കാരണം മാക്സിമം എത്ര തവണ നമുക്ക് നമ്മുടെ ശരീരത്തിൽ വെള്ളം നനക്കാൻ പറ്റുന്നു അത്ര തവണ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് തണുപ്പ് കൊള്ളാൻ പറ്റുന്ന ഭക്ഷണങ്ങളൊക്കെ കൊടുക്കുക. ശരീരത്തിൽ മൊത്തത്തിൽ നനക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ മാക്സിമം കുളിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മാക്സിമം നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു കാര്യം കേട്ടോ. നമ്മുടെ ശരീരം എത്രത്തോളം തണുപ്പ് ചെല്ലണോ അത്രത്തോളം നല്ലതാണ്. പണ്ട് മുതൽ ആൾക്കാർ ഇങ്ങനെ കുളിക്കാതെയും ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് കുളിക്കുക, അരിവേപ്പിലിട്ട് കുളിക്കുക അങ്ങനെയൊക്കെ പറയില്ലേ. അരിവേപ്പിലിട്ട് കുളിക്കാൻ പറഞ്ഞാൽ തന്നെ നമ്മുടെ ശരീരത്തിന് ഒരു തണുപ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ അരിവേപ്പിലിട്ട് കുളിക്കൽ കാര്യങ്ങൾ അങ്ങനത്തെ ഇതൊന്നും ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ സാധാരണ പച്ച വെള്ളത്തിൽ നല്ല രീതിയിലൊക്കെ കുളിക്കേണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ചിക്കൻ ബോക്സിൻ്റെ 4ാമത്തെ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 4ാമത്തെ ദിവസത്തിൽ നമുക്ക് പനി, ശരീരവേദന അതൊക്കെ പൂർണ്ണമായിട്ടൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ നമുക്ക് ഈ ഒരു പൊന്തിയതിൻ്റെ ഉള്ള ഒരു ഇറിറ്റേഷൻ കാരണം നല്ല രീതിയിലേക്കുള്ള ചൊറിച്ചിൽ കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ചൊറിച്ചിലിന് ഏറ്റവും ബെസ്റ്റ് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് കലാമിൻ ലോഷൻ. അപ്പോൾ അത് ഡോക്ടർ കലാമിൻ ലോഷൻ തന്നിട്ടുണ്ടായിരുന്നു ആൻറ്റിബയോട്ടിക്കിൻ്റെ കൂടെ നമുക്ക് മേലൊക്കെ പുരട്ടാൻ വേണ്ടിയിട്ടായിട്ട്. അപ്പോൾ മേലും മുഖത്തൊക്കെ ഞാൻ കലാമിൻ ലോഷൻ പുരട്ടിയിട്ട് 3 നേരം നന്നായിട്ട് സാധാരണ വെള്ളത്തിൽ കുളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ സമയത്ത് മാക്സിമം മുഖത്ത് കഴിയുന്നതും വേണ്ടാത്ത കാര്യങ്ങളൊന്നും അപ്ലൈ ചെയ്യാണ്ടിരിക്കുക. മറിച്ച് നമുക്ക് ചൊറിച്ചിൽ സഹിക്കാണ്ട സമയമാകുമ്പോൾ കലാമിൻ ലോഷൻ പുരട്ടട്ടെ. അത് നമുക്ക് പ്രത്യേകിച്ച് ദോഷമൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ കലാമിൻ പുരട്ടി കഴിഞ്ഞിട്ട് നമുക്ക് സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയാം. കുറച്ച് സമയം ഒന്നുണ്ട് ഇതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയാം. അത് മാത്രമായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക, മെഡിസിനൊക്കെ കഴിക്കുക. ചിക്കൻ ബോക്സ് വരവിൽ 5ാമത്തെ ദിവസമാണെന്ന്. അപ്പോൾ ഒരു 2-3 ദിവസത്തോളം എനിക്ക് കാര്യമായിട്ട് ഫുഡും കാര്യങ്ങളൊന്നും കഴിക്കാനൊന്നും പറ്റിയിരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വായലും നാവിലും അണ്ണാക്കിലും മൊത്തത്തിൽ ഇയാൾ കയ്യേറിയ കാരണം കൊണ്ട് എനിക്കൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നല്ലപോലെ ഒരു വെള്ളം ഇറക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു. പിന്നെ മരുന്നാണെങ്കിലും ആൻറ്റിബയോട്ടിക് 5 നേരം വെച്ച് കുടിക്കാനും ഉണ്ട്. ഫുഡും കാര്യങ്ങളൊക്കെ നന്നായി കഴിക്കാനും ഡോക്ടർ പറഞ്ഞിരുന്നത്. പക്ഷേ എനിക്ക് വെള്ളം, ജ്യൂസ് അങ്ങനത്തെ സംഭവങ്ങൾ മാത്രമേ ഇറങ്ങാൻ പറ്റിയിരുന്നുള്ളൂ കേട്ടോ. സത്യം പറഞ്ഞാൽ നല്ല എന്താ പറയുക, ചോറും എന്തെങ്കിലും നോൺ വെജ് ഐറ്റങ്ങളൊക്കെ കഴിക്കാൻ എനിക്ക് നല്ല പൂതിയുണ്ട്. കഴിക്കണ്ടെന്നൊന്നും ഡോക്ടർ പറഞ്ഞിട്ടില്ല. എന്ത് വേണമെങ്കിലും കഴിക്കാൻ തന്നെ പറഞ്ഞിരിക്കണം. ഓയിൽ ഫുഡ് അവോയ്ഡ് ചെയ്തിട്ട് ബാക്കി എന്തും കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല. ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കാൻ തന്നെ പറഞ്ഞിട്ടില്ല. പക്ഷേ കഴിക്കാൻ വയ്ക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് 5ാമത്തെ ദിവസമാണ്. അൽഹംദുലില്ലാ എൻ്റെ വായലും തൊണ്ടയിലൊക്കെ ഇപ്പോൾ ഏകദേശം ഓക്കെ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ ഏകദേശം എനിക്ക് തിന്നാനൊക്കെ പറ്റി തുടങ്ങിയെന്ന് എനിക്ക് തന്നെ ഒരു ഫീല് വരലെടുത്തിട്ടുണ്ട്. അതന്നെ അൽഹംദുലില്ലാ വലിയൊരു കാര്യം. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ മുതൽ എന്തൊക്കെ കഴിക്കണം എന്നുള്ളതിൻ്റെ ചെറിയൊരു വീഡിയോ. 1 മുതൽ 4 വരെയുള്ള ദിവസങ്ങളിൽ ഞാൻ സാധാരണ പിന്നെ ജ്യൂസ്, പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങൾ, ഓട്സ്, ജ്യൂസ്, കഞ്ഞി അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രമായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ട് കാര്യങ്ങൾ നമുക്ക് ഇല്ല. പക്ഷേങ്കിൽ ഈ കഴിക്കുന്നതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ എനിക്ക് കഴിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം കൊണ്ട് കഴിക്കാണ്ടിരുന്നിരുന്നു കേട്ടോ. കാരണം ഡോക്ടർ ഓയിൽ ഫുഡ് മാത്രം അവോയ്ഡ് ചെയ്യാൻ എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ നോൺ വെജ് കാര്യങ്ങൾ നമ്മൾ മാക്സിമം ഒരു 4-5 ദിവസം ഒഴിവാക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ എന്നെ ഒഴിവാക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നിട്ട്. കാരണം പിന്നെ പ്രത്യേകിച്ച് നല്ല ചൂടല്ല. അപ്പോൾ ചൂട് സമയത്ത് ചിക്കനും മറ്റും കഴിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇന്ന് 5ാമത്തെ ദിവസം ആയതുകൊണ്ട് ഞാൻ ഇതാ ഒരു എഗ്ഗ് കഴിച്ച്, അതുപോലെ തന്നെ എനിക്ക് ഇന്ന് ഫുഡ് കഴിക്കാൻ പറ്റണമെന്നുള്ളൊരു ഫീൽ എനിക്ക് തന്നെ വരൽ തുടങ്ങിയിട്ട്. കാരണം വായലയും തൊണ്ടയത്തൊക്കെ മാറൽ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് നല്ല സുഖം ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നി ഇന്ന് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കഴിക്കാമെന്ന്. നമ്മുടെ ചിക്കൻ ബോക്സ് ഡേൻ്റെ 5ാമത്തെ ദിവസത്തിൽ നമ്മളെ ലഞ്ചാണ് കേട്ടോ. 5ാമത്തെ ദിവസത്തിൻ്റെ ഇടയിൽ നമ്മൾ ആദ്യമായിട്ടൊന്ന് ചോറ് കഴിക്കാൻ പോവാണ്. നമുക്ക് ചോറും ഈ കറികളൊക്കെ കഴിക്കട്ടെ, അതിനൊന്നും ഒരു വിഷയമില്ല. പക്ഷേ എങ്കിൽ വായിലൊക്കെ പൊന്തിയ കാരണം കൊണ്ടൊന്നും കഴിക്കാൻ പറ്റിയിരുന്നില്ല. അതുകൊണ്ടായിരുന്നു. അപ്പം ഇന്ന്
സംസാരിക്കാനും കഴിക്കാനൊക്കെ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ 5ാമത്തെ ദിവസമായിട്ടുണ്ട്. അപ്പം 5ാമത്തെ ദിവസത്തിൽ നമ്മൾ കഴിക്കാൻ പോകുന്നത് ആ ചോറുണ്ട്, അതുപോലെ എന്താ പറയുക ബീട്രൂട്ട് ഉപ്പേരി ഉണ്ട്. മത്തി പൊരിച്ചതല്ല കേട്ടോ, കാരണം ഓയിൽ ഫുഡ് മൊത്തം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. മത്തി വലിച്ചതാണ്, വറ്റിച്ചത്. പിന്നെ ചക്ക ഉപ്പേരി ഉണ്ട്, നല്ല പച്ചക്കറി വെജിറ്റബിൾ കറി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂട്ടിയിട്ട് നമ്മൾ ഇന്ന് ഉച്ചക്ക് 5 ദിവസത്തിന് ശേഷം നമ്മൾ ഉച്ചക്ക് ചോറ് കഴിക്കാൻ പോവാണ്. പിന്നെ വൈകുന്നേരം ചായയും പിന്നെ കടിയൊക്കെ കഴിക്കുന്നതിന് പകരമായിട്ട് ഞാനിന്ന് ഒരു ആപ്പിളാണ് കഴിച്ചിട്ട്. സാധാരണ ഞാൻ ഇപ്പോൾ ഈ ഒരു 5 ദിവസം വരെയുള്ള ദിവസങ്ങളിൽ ഈ സമയത്ത് ബൂസ്റ്റോ ഹോർലിക്സോ അല്ലെങ്കിൽ കോഫിയോ ചായയോ ബിസ്ക്കറ്റോ കേക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ എനിക്ക് ആപ്പിളൊക്കെ അങ്ങനെ കടിച്ച് കഴിക്കാൻ വേണ്ടി പറ്റുന്നതുകൊണ്ട് തന്നെ ഞാനിപ്പം ഈ ടൈമിൽ ഒരു ആപ്പിൾ എടുത്തിട്ട് കഴിച്ചു കിട്ടാം. പിന്നെ ഈ ദിവസങ്ങൾ വരെ എനിക്ക് നല്ല ലിക്വിഡ് ആയിട്ടുള്ള പോലെയുള്ള ഫുഡ് കാര്യങ്ങളൊക്കെയാണ് കഴിക്കാൻ പറ്റിയിരുന്നത്. വായിലൊക്കെ നല്ല രീതിയിലേക്ക് പൊന്തിയതുകൊണ്ട് തന്നെ. പക്ഷേ എങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്നവർക്ക് ാണെന്നുണ്ടെങ്കിൽ ഓയിൽ ഫുഡ് അവോയ്ഡ് ചെയ്തിട്ട് ബാക്കി എന്ത് ഫുഡും കഴിക്കട്ടെ. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാൻ കാരണം എനിക്കുണ്ടായിരുന്ന മെയിനായിട്ടുണ്ടായിരുന്ന ഒരു ഡൗട്ട് ആയിരുന്നത്. അപ്പോൾ ഞാൻ തന്നെ എനിക്കൊരു ചിക്കൻ ബോക്സ് വരുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ യൂട്യൂബിലും ഇൻസ്റ്റയിലും ഗൂഗിളിലൊക്കെ ആയിട്ട് സെർച്ച് ചെയ്ത് നോക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ വീഡിയോ റെഫർ ചെയ്തിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ആർക്കെങ്കിലും പുതുതായിട്ടൊക്കെ വരുന്നവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കോട്ടെ വിചാരിച്ചിട്ടാ. അപ്പോൾ രാത്രി സമയമായപ്പോൾ ഞാൻ ചോറ് കഴിക്കുന്നതിന് പകരം കുറച്ച് ഓട്സും പാലും പിന്നെ ഒരു റോബസ്റ്റ് പഴം ഹാഫ് പീസ് ആപ്പിളും കൂടിയും നന്നായിട്ട് ജ്യൂസ് ആക്കിയിട്ട് അതാണ് കഴിക്കുന്നത് കേട്ടോ. അതാകുമ്പോൾ പിന്നെ വയറും ഫുള്ളാവും ചെയ്യും, പിന്നെ നല്ല രീതിയിലേക്ക് കുടിക്കാനും പറ്റും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ രാത്രിയിൽ 5ാമത്തെ ദിവസം ഇങ്ങനെയാണ് കഴിച്ചത് കേട്ടോ. ഇത് നമുക്ക് 1ാമത്തെ ദിവസം തന്നെ കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫുഡാണ്. ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ദാ ഇന്നിൻ്റെ ചിക്കൻ ബോക്സ് ഡേയുടെ 6ാമത്തെ ദിവസമാണ്. അൽഹംദുലില്ലാ നല്ല രീതിയിലുള്ള മാറ്റങ്ങളുണ്ട് കേട്ടോ. ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഒരുപാട് ആൾക്കാർ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, കമൻ്റായിട്ടും മെസ്സേജ് ആയിട്ടൊക്കെ നല്ല മാറ്റമുണ്ട്. ആദ്യത്തെ ദിവസത്തെ വെച്ച് നോക്കുകയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനല്ലാത്ത ഞാനിൽ നിന്ന് ഞാനായ ഞാനിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയെന്ന് പറയാം. കാരണം ഫസ്റ്റിലെ ദിവസങ്ങൾ കണ്ടവരാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റിലെ ദിവസത്തിലെ വീഡിയോസ് കണ്ടവരെങ്കിൽ അറിയാം നമ്മളെ മുഖമൊക്കെ ഫുള്ളായിട്ട് കവർ ചെയ്ത രീതിയിലായിരുന്നു. ഇപ്പം അതിന്നൊക്കെ ഫുള്ള് മാറ്റങ്ങൾ വരലെടുത്തി. അപ്പോൾ അതെന്നാൽ ഞാൻ ചോറ് തിന്നൽ തുടങ്ങിയിട്ടുള്ള 5ാമത്തെ ദിവസം ആണ് ഞാൻ ചോറ് തിന്നാൻ തുടങ്ങിയത്. 6ാമത്തെ ദിവസമാണെന്ന്. അപ്പോൾ ഇന്ന് ഞാൻ ഇപ്പോൾ കഴിക്കാൻ പോകുന്നത് കുറച്ച് ചോറുണ്ട്, പിന്നെ അമ്മ കൊടുത്തയച്ചാണ് കേട്ടോ ചോറും കറികളൊക്കെ. കുറച്ച് ചോറ്, പിന്നെ നല്ല തേങ്ങ കരച്ച ചക്ക കൂട്ടാൻ, പിന്നെ അതുപോലെ നല്ല നാടൻ മാങ്ങട്ട ചമ്മന്തി, മാങ്ങ ചമ്മന്തി, പിന്നെ അതുപോലെ ചെറുപയർ കറി കേട്ടോ. അപ്പോൾ ഇതെല്ലാമാണ് ഇന്നത്തെ ഉച്ച ചോറിനുള്ള വിഭവങ്ങൾ എന്ന് പറയാം. അപ്പോൾ ഞാനെല്ലാം കൂട്ടി ചോറ് കഴിക്കാൻ പോവാണ്. ഇന്നലെ മുതലാണ് കഴിക്കൽ തുടങ്ങിയിട്ടാണ്. അതിൻ്റെ മുന്നായിട്ടുള്ള ദിവസങ്ങളിലൊക്കെ ഫ്രൂട്ട്സും ജ്യൂസ് പിന്നെ കഞ്ഞി അങ്ങനെയൊക്കെ ആയിരുന്നു കഴിച്ചിരുന്നത്. കാരണം കഴിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകളുണ്ടായതുകൊണ്ട് വായിലൊക്കെ പൊന്തിയ കാരണം കൊണ്ട് ഇപ്പോൾ വായത്തൊക്കെ മാറി അൽഹംദുലില്ലാ. അപ്പോൾ നല്ല സമാധാനമുണ്ട്. അപ്പോൾ എന്തായാലും നല്ല നാടൻ ചക്ക കൂട്ടാനും നല്ല നാടൻ മാങ്ങ ചമ്മന്തിയും നല്ല നാടൻ രീതിയിലുള്ള ചെറുപയർ കറിയും കൂട്ടിയിട്ട് ബിസ്മില്ലാ ചോറ് കഴിക്കാൻ പോവാണ്. പിന്നെ നമുക്ക് ആര്യവേപ്പിലുണ്ടല്ലോ, നല്ല ആര്യവേപ്പിൽ കിട്ടുകയാണെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ മേല് ചൊറിയുന്ന സമയത്ത് അത് വെച്ചിട്ട് അതിൻ്റെ ഇല വെച്ചിട്ട് ഇങ്ങനെ ഉരതി കൊടുക്കുമ്പോൾ ആ ഒരു സുഖം ഉണ്ടാവും. നമുക്ക് നഖം മുറിച്ചിട്ട് ചൊറിയുന്നേക്കായി എത്രയോ ബെറ്റർ നമുക്ക് ആര്യവേപ്പിൽ വെച്ചിട്ട് ചൊറിയുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല രീതിയിലേക്ക് ചൊറിച്ചിലുള്ളവരാണെന്ന് വെച്ചാൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ലതാണ്. പിന്നെ അത് തിളപ്പിച്ച വെള്ളമിട്ട് കുളിക്കാന്നൊക്കെ പറഞ്ഞു കേൾക്കാം നമുക്ക് ശരീരത്തിന് തണുപ്പിന് വേണ്ടിയിട്ടൊക്കെ. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ സാധാരണ പച്ചവെള്ളത്തിൽ മാത്രമായിരുന്നു കുളിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ആദ്യത്തെ ദിവസത്തിൽ വെച്ച് നോക്കുകയാണെന്ന് വെച്ചാൽ 6ാമത്തെ ദിവസമായപ്പോൾ എനിക്കും നല്ല സമാധാനം കിട്ടാം. ഹായ് ഹലോ. അപ്പോൾ അതാ അങ്ങനെ നമ്മളെ ചിക്കൻ ബോക്സ് ഡേയുടെ 7ാമത്തെ ദിവസമാണെന്ന്. അപ്പോൾ എൻ്റെ മുഖം കാണുന്നവർക്കെന്നറിയാം അൽഹംദുലില്ലാ നല്ല രീതിയിലുള്ള മാറ്റമുണ്ട്. നല്ല രീതിയിലുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഫസ്റ്റ് ദിവസം നോക്കുകയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ദിവസം മുതൽ നോക്കുക വെച്ചാൽ ഇന്നത്തെ ദിവസം ഇന്നെ കാണുമ്പോൾ എനിക്ക് തന്നെ ഒരു ആശ്വാസം തോന്നുന്നുണ്ടെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ആദ്യത്തെ ദിവസത്തിൽ ഇന്നെ കണ്ട് ഞാൻ തന്നെ കണ്ണാടി നോക്കി പേടിച്ചു പോയ ഒരു ദിവസമാണ് ആദ്യത്തെ ദിവസം എന്ന് പറഞ്ഞാൽ. ഇന്നത്തെ ദിവസം അൽഹംദുലില്ലാ നല്ല മാറ്റമുണ്ട്. ഇന്ന് 7ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ രാവിലെ മുതലുള്ള നമ്മളെ ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ കാണിക്കുന്നത്. 6ാമത്തെ ദിവസമൊക്കെ മുതൽ ഞങ്ങൾക്ക് സാധാരണ പോലെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാൻ പറ്റിയിരുന്നാലും ഞാൻ ചിക്കനും കാര്യങ്ങളും
കാര്യങ്ങളൊന്നും ഇപ്പോഴും കഴിച്ചിട്ടില്ല കേട്ടോ. അതായത് നോൺ വെജിൽ ഫിഷ് അല്ലാണ്ട് വേറെ ഐറ്റംസും ഞാൻ ഇതുവരെ കഴിച്ചു നോക്കിയിട്ടില്ല. ഇന്നിപ്പോൾ 7ാമത്തെ ദിവസമാണ്. 7 ദിവസം വരെ കഴിച്ചിട്ടില്ല കേട്ടോ. ഞാനൊരു 10 ദിവസം വരെ ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ എന്നുള്ള ലെവലിൽ നിൽക്കുകയാണ്, നോൺ വെജ് ഒന്നും കഴിക്കാത്ത രീതിയിൽ. കാരണം ഇപ്പോൾ നല്ല ചൂടാണല്ലോ. ആ ചൂടായതുകൊണ്ട് നമുക്ക് ചിക്കനും കാര്യങ്ങളൊന്നും കഴിക്കാണ്ടിരിക്കുന്നതായിരിക്കും ഒന്നും കൂടി നല്ലത് തോന്നി. പിന്നെ ഫ്രൈ ചെയ്ത ഐറ്റംസുകളൊന്നും കഴിച്ചില്ല കേട്ടോ. അതായത് ഓയിൽ ഫുഡ് ഉണ്ടാക്കിയ ഓയിലിൽ ഇതാക്കിയിട്ടുള്ള ഒന്നും തന്നെ കഴിച്ചിട്ടില്ല. മീൻ പൊരിച്ചത്, പിന്നെ അങ്ങനെയുള്ള ഫ്രൈഡ് സ്നാക്സുകൾ അങ്ങനത്തെ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ 7ാമത്തെ ദിവസം ആയപ്പോൾ തന്നെ എനിക്ക് നല്ല രീതിയിലുള്ള നല്ല മാറ്റം കേട്ടോ. എനിക്ക് തന്നെ ആദ്യത്തെ ദിവസത്തെ തന്നെ ഇപ്പത്തേക്കും കാണുമ്പോൾ നല്ല മാറ്റം അറിയാനുണ്ട്. പിന്നെ അപ്പോൾ അതാണ് നമ്മളെ ചിക്കൻ ബോക്സ് ഡേയുടെ 7ാമത്തെ ദിവസമാണെന്ന്. അപ്പോൾ ഉമ്മ നമുക്ക് ഉച്ചക്കുള്ള ചോറൊക്കെ കൊടുത്തയച്ചിട്ടുണ്ട്. എന്തൊക്കെയാ ഇന്നത്തെ ഫുഡ് നോക്കട്ടാ. അപ്പോൾ അതാ ചോറുണ്ട്, അതുപോലെ നല്ല അയില നല്ല തേങ്ങൊക്കെ അരച്ച അയിലക്കറി ഉണ്ട്. പിന്നെന്താണുള്ളത്, നല്ല വഴുതനങ്ങ ഉപ്പേരി ഉണ്ട്. പിന്നെതാ നല്ല അടിപൊളി ചമ്മന്തി, നല്ല മുളകും പിന്നെ ചെറിയ ഉള്ളിയും പുളിയും ഒക്കെ ചേർത്തിട്ടുള്ള നല്ല അടിപൊളി ചമ്മന്തി, അതുപോലെ കുറച്ച് നല്ല നാടൻ തൈരും. അപ്പോൾ ഇതെല്ലാം ചേർത്ത് ഞങ്ങളിതാ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ പോകും. എനിക്കൊരു 3ാമത്തെ ദിവസം മുതലേ ഉള്ള ഫുഡ് കാര്യങ്ങൾ ഉമ്മ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് കൊടുത്തയക്കാൻ ചെയ്യാറുണ്ട്. കാരണം 1, 2, 3 ദിവസങ്ങളിൽ ഞാൻ ഫ്രൂട്ട്സും ജ്യൂസും അങ്ങനെയൊക്കെ ആയിട്ട് ഓട്സ് അങ്ങനെയൊക്കെ ആയിട്ടായിരുന്നു കഴിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നത്. 3ാമത്തെ ദിവസം മുതൽ പിന്നെ സാധാരണ രീതിയിലുള്ള ഫുഡ് കാര്യങ്ങൾ കഴിക്കുമ്പോൾ ഉച്ചക്കും രാത്രിക്കും ഉള്ള എനിക്കും മക്കൾക്കുള്ള ഫുഡൊക്കെ ഉമ്മ അവിടെ നിന്ന് ഉണ്ടാക്കി കൊടുത്തേക്കും. കാരണം നമുക്ക് ഈ സമയത്ത് തീരെ ചൂട് കൊള്ളാണ്ടിരിക്കുകയാണ് ഏറ്റവും നല്ലത്. ഇപ്പം നല്ല കിച്ചണിലൊക്കെ നല്ല ചൂടാണ്. പിന്നെ നമുക്ക് ഈ ടൈമിൽ കുറച്ച് റെസ്റ്റ് ആവശ്യമാണ്. കഴിക്കാൻ പോകുന്നത് മിക്സ്ഡ് ഫ്രൂട്ടും ഓട്സും മിൽക്കും കൂടി ഞാൻ ഒരു ഉച്ചക്കന്നെ ഇങ്ങനെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അതാണ് കേട്ടോ. സാധാരണ നമ്മളിത് ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റിന് രാത്രി സോക്ക് ചെയ്ത് വെച്ചിട്ട് രാവിലെ കഴിക്കും. പക്ഷെ ഇപ്പൊക്കെ എനിക്ക് 2 നേരം കൂടി ചോറ് തിന്നാൻ തോന്നുന്നില്ല. അപ്പോൾ നന്നായിട്ട് ഇപ്പം ചിക്കൻ ബോക്സിന്റെ ടൈമിൽ വിശപ്പ് കുറവുള്ള പോലെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യലുണ്ട് കേട്ടോ. എടുക്കുന്ന നേരത്തൊക്കെ ലേറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കുക എന്നല്ലാണ്ട് തോനായിട്ട് തിന്നാൻ ഉണ്ടാവില്ല. എന്നാൽ നമുക്ക് നല്ല, എനിക്ക് സത്യത്തിൽ നല്ല നോൺ വെജ് ഐറ്റംസ് ഒക്കെ നല്ല കഴിക്കാനായിട്ട് തോന്നണൊക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ ഇച്ചിരി കൂടി ഇങ്ങോട്ട് കഴിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട്, ഒരു 2 ദിവസം കൂടി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കഴിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ നമുക്ക് ഓവർ വിശപ്പ് കാര്യങ്ങളൊന്നും അതില്ലേനോ. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കട്ടി കുറഞ്ഞ രീതിയിലുള്ള ഫുഡ് ആണ് നമുക്ക് ഈ ഒരു ടൈമിൽ കഴിക്കാൻ ഒന്നും കൂടി ബെസ്റ്റ് ആയിട്ടുള്ളത്. ഇന്ന് അൽഹംദുലില്ലാ എൻ്റെ ചിക്കൻ ബോക്സ് ഡേ 8 ആണ് കേട്ടോ. അപ്പോൾ 8ാമത്തെ ദിവസത്തിൽ ഇത് രാവിലെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ബ്രെഡ് ടോസ്റ്റ് ചെയ്തതും അതുപോലെ തന്നെ കോഫിയാണ് കേട്ടോ. ബ്രെഡ് ടോസ്റ്റ് ചെയ്തത് നെയ്യൊന്നും തൊളിയിക്കാതെ തന്നെയാണ് കേട്ടോ. നെയ്യ് വെളിച്ചെണ്ണ അങ്ങനെയൊന്നും തൊട്ടിട്ടില്ല. 8 ദിവസം വരെ മാക്സിമം ഓയിൽ ഫുഡുകളും കാര്യങ്ങളും അവോയ്ഡ് ചെയ്തിട്ട് തന്നെയാണ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതാണ് നമുക്ക് ഏറ്റവും നല്ലത് ഈ ഒരു ചിക്കൻ ബോക്സ് ടൈമിൽ. നേരിട്ട് നമുക്ക് പാല്, മുട്ട, ഫിഷ് അങ്ങനെയൊന്നും കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ചിക്കനും കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ ചിക്കൻ കഴിച്ചിട്ടില്ല, കാരണം ചൂടായതുകൊണ്ട് കേട്ടോ. എടുത്തെടുത്ത് പറയുന്നത് ഈ ചിക്കൻ ബോക്സ് വരുമ്പോൾ കുറേ പേർക്കുള്ളൊരു സംശയം, നമ്മൾ എന്തൊക്കെ ഫുഡ് കഴിക്കണം എന്തൊക്കെ ഫുഡ് കഴിക്കണ്ട എന്നുള്ളതാണ് മെയിനായിട്ട് എല്ലാവർക്കും തോന്നുന്ന ഓരോ സംശയങ്ങൾ. പിന്നെ പഴമക്കാരും കുറേ ആൾക്കാർക്കും പല രീതിയിലുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുമല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെതായ ഒരു എക്സ്പീരിയൻസ് ആണ് ഇപ്പം നിങ്ങളോട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം എനിക്ക് ഞാൻ ഈ രീതിയിൽ ചെയ്തത് കൊണ്ട് തന്നെ 8 ദിവസത്തിൽ എനിക്ക് വന്ന മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ എനിക്ക് നല്ല മാറ്റം തന്നെയാണ് കേട്ടോ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ആദ്യത്തെ ദിവസത്തെ നിങ്ങളിപ്പോൾ വീഡിയോയുടെ തുടക്കത്തിൽ കാണുമ്പോൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ആദ്യ ദിവസത്തെ എന്നെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ശരിക്കും ഞാൻ തന്നെ പേടിച്ച് പോയൊരു സമയമായിരുന്നു. അൽഹംദുലില്ലാ 8 ദിവസമായപ്പോൾ തന്നെ നല്ല രീതിയിൽ മാറ്റം കിട്ടാൻ. എനിക്കിപ്പോൾ ഈ മുഖത്തുണ്ടായ പോലെ തന്നെ ശരീരത്തൊക്കെ ഉണ്ടോയെന്ന് ഒരുപാട് പേര് കമൻ്റ് ആയിട്ടൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇൻസ്റ്റയിലും പിന്നെ വാട്സപ്പിൽ മെസ്സേജൊക്കെ ആയിട്ടൊക്കെ. എനിക്ക് എൻ്റെ 2 കണ്ണ് മാത്രം ഒഴിവെന്ന് പറയുന്നതായിരിക്കും ശരി. ബാക്കി തല മുതൽ കാലടി വരെയുള്ള എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ തന്നെ ചിക്കൻ ബോക്സ് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളോട് കുറേ പേരായിട്ട് കമൻ്റ് ആയിട്ടും പിന്നെ നോർമലി പറയുന്നതായിട്ടും ഒക്കെ ആയിട്ട് കുറേ പേര് പറയാറുണ്ട്, മുഖത്ത് ഇന്നത് തേച്ചോക്ക് എന്നൊക്കെ പറയുന്നത്. പക്ഷേ എങ്കിൽ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഞാനൊന്നും തേച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒന്നും തേക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഈ സമയം വരെ ഒരു 8 ദിവസം വരെ ഞാൻ മുഖത്ത് ഒന്നും തന്നെ അപ്ലൈ ചെയ്തിട്ടില്ല. നല്ല ചൊറിഞ്ഞിരുന്ന ആ സമയത്ത് 2 ദിവസം മറ്റേ കലാമിൻ ലോഷൻ ഉണ്ടല്ലോ, അത് മാത്രം ആ ചൊറിച്ചിൽ മാറാൻ വേണ്ടി തേച്ചു. പിന്നെ നോർമൽ വെള്ളത്തിൽ നന്നായിട്ട് കുളിക്കുക, 2-3 നേരം കുളിക്കുക എന്ന് മാത്രമാണ് നമുക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം കേട്ടോ. പിന്നെ അന്നത്തെ
ഇന്നത്തെ ഉച്ചക്കുള്ള ഫുഡായിട്ട് ഉമ്മ വീട്ടിൽ നിന്ന് എല്ലാവിധ സംഭവങ്ങളും കൊടുത്തയച്ചിട്ടുണ്ട്. നല്ല ചോറും അതുപോലെ വെത്തള് മുളകിട്ടത്, വെത്തൾ മീൻ പൊരിച്ചത്. ഇന്നാണ് ഞാൻ 8ാമത്തെ ദിവസം. ഇന്നാണ് ഞാൻ ആദ്യമായിട്ട് ഫ്രൈ ചെയ്ത ഫിഷ് കഴിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ 2 വെത്തളാണ് എടുത്തിട്ടുള്ളത്. അതും ഉമ്മ ഓയിലൊക്കെ കുറച്ച് രീതിയിൽ, വെളിച്ചെണ്ണ കുറച്ച് രീതിയിലാണ് പൊരിച്ച് കൊടുത്തയച്ചിട്ടുള്ളത്. അതുപോലെ മത്തൻ കറിയും പിന്നെ എന്താ പറയുക, വേറെ എന്താണ് അതിൻ്റെ പേര്, കുമ്പളങ്ങ അങ്ങനത്തെ ഒരു സംഭവമാണ്. അങ്ങനെ പച്ചക്കറികളാണ് കൂടുതലായിട്ട് നമ്മൾ 8 ദിവസം കൂടുതലും പച്ചക്കറികളും ഫ്രൂട്ട്സുകളും നല്ല രീതിയിൽ കഴിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് നമുക്ക്. കാരണം ഇപ്പം നല്ല ചൂടുള്ള സമയമല്ലേ, അപ്പോൾ നമ്മുടെ ശരീരത്തിന് മാക്സിമം തണുപ്പുള്ള ഫുഡ് കൊടുക്കുക. ചിക്കൻ ബോക്സ് തന്നെ ചൂട് കാരണം വരുന്ന ഒരു അസുഖം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ശരീരത്തിന് തണുപ്പ് കൊടുക്കുക. പിന്നെ ഞാൻ കൂവപ്പൊടി ഉണ്ടല്ലോ, കൂവ വിരകിയിട്ട് അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കൂവ പാലിൽ കലക്കിയിട്ട് അങ്ങനെ വിരകിയിട്ടും ഒക്കെ ആയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവൽ മിൽക്ക് നല്ല രീതിയിൽ ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവലും തണുപ്പാണ്, അതുപോലെ അതിലേക്ക് ഉപയോഗിക്കുന്ന പാല്, പഴം ഒക്കെ തണുപ്പാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൽ മിൽക്കൊക്കെ നല്ല രീതിയിൽ തന്നെ ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ ശരീരത്തിന് തണുപ്പ് ചെല്ലുന്ന രീതിയിലുള്ള എന്തൊക്കെ ഫുഡ് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നോ അതൊക്കെ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ അൽഹംദുലില്ലാ ഇതാണ് എൻ്റെ 8 ദിവസത്തെ ചിക്കൻ ബോക്സ് യാത്ര എന്ന് പറഞ്ഞാൽ. അങ്ങനെ അൽഹംദുലില്ലാ 8ാമത്തെ ദിവസം ഇവിടെ കഴിയാറായി തുടങ്ങി. അപ്പോൾ ഈ 8 ദിവസങ്ങളിലുള്ള എൻ്റെ ചിക്കൻ ബോക്സ് വിശേഷങ്ങൾ അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എല്ലാവരോടും പ്രത്യേകിച്ച് ഇത് ചിക്കൻ ബോക്സ് വന്നവരാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് ഇത് തന്നെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാക്സിമം നല്ല കുളിക്കാൻ നോക്കുക. കുളിക്കാൻ തന്നെ മാക്സിമം കുളിക്കന്നെ ചെയ്യണം കേട്ടോ. ഒരു ദിവസത്തിൽ 2 or 3 തവണ കുളിക്കാൻ പറ്റിയാൽ അത്രയും നന്നെന്ന് പറഞ്ഞ പോലെ ശരീരത്തിന്റെ പുറത്തേക്കും ശരീരത്തിന്റെ ഉള്ളിലേക്ക് നമ്മൾ തണുപ്പുള്ള ഫുഡുകൾ കൊടുക്കുക. ശരീരം മാക്സിമം തണുപ്പ് കൊള്ളിക്കുക. പിന്നെ ഞാൻ രാവും പകലും AC ഇട്ട് ഇരിക്കലാണ് മെയിനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ റൂമിൽ നിന്ന് ഫുഡ് കഴിക്കാൻ മാത്രം ഞാൻ കിച്ചൺ വരെ പോകും. അത് കഴിഞ്ഞാൽ വീണ്ടും AC ഇട്ട് ഇവിടെ തന്നെ വന്നിരിക്കും. അങ്ങനെ ഈ 8 ദിവസം AC ഇട്ടിട്ടാണ് ഞാൻ നിന്നിട്ടുണ്ടായിരുന്നത്. പണ്ട് കാലത്തുള്ള ആൾക്കാർ പറയുമല്ലോ, മറ്റേ ആര്യവേപ്പിലന്റെ ഇല വിരിച്ച് കെടുക്കണം, ആര്യവേപ്പില തിളപ്പിച്ച വെള്ളത്തിൽ കുളിക്കണം എന്നൊക്കെ. അതും നമ്മുടെ ശരീരത്തിന് തണുപ്പ് ചെല്ലാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ് കേട്ടോ. പണ്ട് കാലത്തും ഇക്കാലത്തും ചിക്കൻ ബോക്സ് വന്നിട്ടുണ്ടെങ്കിൽ ആൾക്കാർ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഞാൻ ഇല തിളപ്പിച്ച് കുളിക്കൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ ആര്യവേപ്പിന്റെ ഇല ചൊറിയാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ശരീരം ഇത് പൊന്തുന്ന സ്ഥലത്തൊക്കെ നല്ല രീതിയിൽ ചൊറിച്ചിലുണ്ടാവും. അപ്പൊ നമ്മൾ നെയിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ചൊറിയുമ്പോൾ എത്ര നഖം കട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മളെ ഈ ഒരു ഇത് ചൊറിയുന്ന സമയത്ത് അവിടെ മാർക്ക് വരും, നമുക്ക് അവിടെ പോയിസൺ ആവും, പിന്നെ ഫംഗസ് വരും, ഇൻഫെക്ഷൻ ആവും. പിന്നെ അതുപോലെ നമ്മൾ സ്വയം ചൊറിഞ്ഞ് ഇങ്ങനത്തെ പിമ്പിൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ അതിന്റെ മാർക്ക് പിന്നെ അജീവനാന്തം പോകില്ല എന്നുള്ളൊരു ഭൂരിഭാഗം ആൾക്കാരെ വിശ്വാസം അങ്ങനെ തന്നെയാണ്. പിന്നെ ഡോക്ടറും തന്നെ പറയുന്നത് നമ്മളായിട്ടത് പൊട്ടിക്കാണ്ടിരിക്കുക, സ്വയം അങ്ങനെ മങ്ങി പോവലാണ് ഏറ്റവും ഈ ചിക്കൻ ബോക്സിന്റെ ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് മാർക്കൊന്നും പൊട്ടിക്കാണ്ടിരിക്കുക. അങ്ങനെ വരുന്ന സ്ട്രെച്ച് മാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോകും. അങ്ങനത്തെ മാർക്കുകൾ താനെ പോകും തന്നെയാണ് പറയട്ടെ. അപ്പൊ എന്തായാലും ഇനിയിപ്പോൾ 10ാമത്തെ ദിവസമായി കഴിഞ്ഞാൽ ഞാനൊരു സ്കിന്നിന്റെ ഡോക്ടറെ പോയി കാണാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതുവരെ ഞാൻ മുഖത്ത് വേറെ ക്രീമോ മറ്റുള്ള ആര്യവേപ്പിലെ മഞ്ഞൾ കാര്യങ്ങൾ അങ്ങനത്തെ അരച്ചിടലോ അങ്ങനത്തെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. കുറേ പേര് പറഞ്ഞിരുന്നു അങ്ങനത്തെ ചെയ്യാനായിട്ട്, പക്ഷെ ഞാനൊന്നും ചെയ്തിട്ടില്ല. കാരണം എൻ്റെ സ്കിന്ന് പൊതുവേ ഒരു സെൻസിറ്റീവ് സ്കിന്നാണ്. അപ്പൊ ഇനി അതിൻ്റെ എന്തെങ്കിലും പ്രശ്നം വന്നാലോ ഇനി ഇത് കൂടിയാലോ എന്താണെന്നൊന്നും അറിയാത്തതുകൊണ്ട് ഞാൻ നോർമലി വെള്ളത്തിൽ കഴുകൽ മാത്രം ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ നല്ല ചൊറിഞ്ഞിരുന്ന 2 ദിവസങ്ങളിൽ ഞാൻ കലാമിൻ ലോഷൻ പുരട്ടിട്ട്, കലാമിൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു മീത്തും മുഖത്തും കലാമിൻ ലോഷൻ പുരട്ടിയിട്ട് ആ ചൊറിച്ചിലൊന്നും മാറി കിട്ടാൻ വേണ്ടിയിട്ട് വേറെ മുഖത്തായിട്ടൊന്നും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ഇതൊക്കെ എടുത്തെടുത്ത് പറയാൻ കാരണം ഇന്നെപ്പോലെ ചിക്കൻ ബോക്സ് വന്നവർക്കും പലവർക്കും തോന്നുന്ന ഓരോ സംശയങ്ങളായിരിക്കും. അപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോസ് റെഫർ ചെയ്യും, ഒരുപാട് വീഡിയോസ് കണ്ടോക്കും. ഞാനും ചെയ്തിരുന്ന കാര്യങ്ങളാണ് ആർക്കെങ്കിലൊക്കെ എന്തൊക്കെ. പക്ഷേ എനിക്ക് ഇന്നെപ്പോലെ പൊന്തിയിരുന്ന ഒരു മനുഷ്യനെ ഞാൻ യൂട്യൂബിലോ ഇൻസ്റ്റയിലോ ഒന്നും ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് കണ്ടിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ 1ാമത്തെ ദിവസം മുതൽ ഇപ്പോൾ ഈ 8ാമത്തെ ദിവസം വരെയുള്ള വീഡിയോസ് ഇങ്ങനെ എടുത്ത് വെക്കണതും നിങ്ങൾക്കിത് ഇപ്പോൾ 8ാമത്തെ ദിവസം ഞാൻ നിങ്ങൾക്കിത് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കണതും. ഇനി കാലങ്ങൾ വരും കഴിയുമ്പോഴും അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ആർക്കെങ്കിലും വന്നു കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഈ വീഡിയോ ഒരു ഉപകാരപ്പെടുകയാണെന്ന് വെച്ചാൽ പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഈ ഒരു ചിക്കൻ ബോക്സ് എന്ന് പറഞ്ഞുള്ള അസുഖം അത് അനുഭവിച്ചവർക്ക് മാത്രം അറിയാൻ പറ്റുന്ന ഒരു അസുഖമാണ്. കാരണം രാത്രിയിൽ ഉറക്കം നമുക്ക് കിട്ടൂല, വിശപ്പില്ല, നമുക്കൊരുമാതിരി ഡിപ്രഷൻ പോലെ ആയിരിക്കും, വല്ലാത്തൊരവസ്ഥയായിരിക്കും. നമുക്ക് വേദനയായിട്ടാണെങ്കിലും ചൊറിച്ചിലായിട്ടാണെങ്കിലും ഒക്കെ പാടിയായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയായിരിക്കും. പ്രത്യേകിച്ച് എൻ്റെ കാര്യത്തിലും ചെറിയ 3 മക്കളും ഒരേ പ്രായക്കാരാണ്. ഫിനൂട്ടനാണ് എൻ്റെ എല്ലാവിധ കാര്യങ്ങളൊക്കെ അവിടെ നോക്കിയിരുന്നത്. പിന്നെ അൽഹംദുലില്ലാ നമുക്ക് എപ്പോഴും നമ്മൾ തളരുമ്പോൾ കൂടെ ഉണ്ടാകുന്നത് നമ്മളെ ഉമ്മ തന്നെയാട്ടെ. എൻ്റെ ഉമ്മാക്ക് തുല്യം ഉമ്മ മാത്രം എന്ന് പറഞ്ഞ പോലെ പാവ അത് അവിടെ നിന്ന് ഫുഡും കാര്യങ്ങളും ഉണ്ടാക്കി എനിക്ക് ഇങ്ങോട്ട് കൊടുത്തയക്കായിരുന്നു. ഉമ്മ ഇവിടെ വന്നിട്ട് എന്നെ നോക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും പറയും ഞാൻ അങ്ങോട്ട് വരാം, ഞാൻ അങ്ങോട്ട് വരാം. പക്ഷെ ഞാൻ അമ്മയോട് പറയുന്നത് എന്ത് വന്നാലും വേണ്ടില്ല ഇങ്ങോട്ട് വരലമ്മ, ഇങ്ങോട്ട് വരല്ലേ. കാരണം എനിക്കറിയത് വന്നു കഴിഞ്ഞപ്പോൾ ബുദ്ധിമുട്ട് എത്രത്തോളമായിരുന്നു. അപ്പോൾ അതുപോലെ ഉമ്മാക്ക് പ്രായമായതാണ്. അപ്പം ഒരുപാട്
മരുന്നും കാര്യങ്ങളൊക്കെ അമ്മ കഴിക്കുന്നുണ്ട്, തൈറോയിഡും കൊളസ്ട്രോളും പ്രഷർ ഷുഗറൊക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇതും കൂടി വന്നാൽ ആ ഭാവത്തിന് താങ്ങാൻ പറ്റില്ല എന്നൊക്കെ എല്ലാം ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മാൻ ഈ വഴിക്കൊക്കെ 8 ദിവസം വരെ ഇങ്ങനെ അടുപ്പിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഉമ്മാക്കും തന്നെ 8 ദിവസം കാര്യമായിട്ടായിരിക്കും ഇന്നെ ഇങ്ങനെ നാട്ടിലെടുത്തുണ്ടായിട്ട് ഈ അസുഖം വന്നിട്ട് പിന്നെ കാണാതിരിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ വന്നപോലെ അറിയാം. കാരണം എനിക്ക് എല്ലാവിധ തളർച്ചയിലും എന്ത് അസുഖം വന്നാലും എൻ്റെ അമ്മ എൻ്റെ സാക്കും അയടും വല നിന്നിട്ട് എൻ്റെ അപ്പുറം ഇപ്പുറം നോക്കുന്ന 2 ആൾക്കാരാണ് അതിൻ്റെ എന്താ പറയുക എൻ്റെ 2 കണ്ണോളാണെന്ന് പറയാം. അപ്പോൾ അതേപോലെ തന്നെ സാക്കുപ്പടം നാട്ടിലില്ല. അവന് ഓളുണ്ടെന്നുണ്ടെങ്കിൽ ഓൾ ചിലപ്പോൾ ഉമ്മാൻ്റെ ഇടയിൽ കുട്ടികളൊക്കെ ഏൽപ്പിച്ചതൊന്നും വകക്കാതെ വന്നിട്ട് ഇന്നെ അവിടെ നിന്നിട്ട് നോക്കി ഓക്കെ ആക്കിയിട്ടായിരിക്കും പോവുണ്ടാവുക. അപ്പോൾ അത് ഓൾക്ക് ഭയങ്കര മിസ്സിങ് ആയിരുന്നു. ഈ ഒരു സമയം വന്നേക്ക് എനിക്കും അവളെ ഭയങ്കര മിസ്സിങ് ആയിരുന്നിട്ടാ. അപ്പോൾ എന്തായാലും അൽഹംദുലില്ലാ എല്ലാം തരണം ചെയ്ത് 8 ദിവസം അൽഹംദുലില്ലാ ഞാനും മക്കളും മാത്രം വീടിൻ്റെ ഉള്ളിലായിട്ട് ഞങ്ങൾ കഴിച്ചു കൂട്ടി. ഈ ഒരു എന്താ പറയുക വലിയൊരു വിപത്തിന് മറികടന്നു എന്ന് പറയുക അൽഹംദുലില്ലാ. ഇനിയിപ്പം മക്കൾക്ക് 3 പേർക്കും ചെറിയവർക്ക് 3 ആൾക്കും വന്ന കാരണം കൊണ്ട് ഇനി ഓൾക്ക് വരില്ല എന്നുള്ള ഒരു സമാധാനത്തിലാണ്. എൻ്റെ ഫിനൂട്ടന് വന്നിട്ടില്ല ഇതുവരെ ആയിട്ട്. ഇനിയിപ്പോൾ എനിക്ക് വരാണ്ടിരിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയിലാണ്. കാരണം ഞാൻ അത് വന്നേ മുതൽ ഫുഡ് കാര്യങ്ങൾ മക്കളതായ കാര്യങ്ങളൊക്കെ ഫിനൂട്ടനെ തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നത്. എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഓനെ വല്ലാണ്ട് അടുപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കാരണം ഞാൻ ഓനക്ക് വരാണ്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഓൻ്റെ കെടുത്തും കാര്യങ്ങളൊക്കെ വേറെ റൂമിലാക്കിയായിരുന്നു. അപ്പോൾ അൽഹംദുലില്ലാ എന്തായാലും വന്നവർക്ക് ആർക്കും ഇനി അസുഖം ഇത് വരാതിരിക്കട്ടെ, വരാത്തവർക്കും ഇത് ഈ ഒരു അസുഖം വരാതിരിക്കട്ടെ. കാരണം ചിക്കൻ ബോക്സ് ജീവിതത്തിൽ ഒരാൾക്ക് ഒരിക്കലെങ്കിലും വരും എന്നൊക്കെയാണ് പറഞ്ഞത് കേൾക്കലിട്ട്. എനിക്ക് അതിനെക്കുറിച്ചൊന്നും കൂടുതൽ അറിഞ്ഞുകൂടാ. എന്തായാലും എൻ്റെ അനുഭവങ്ങൾ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും ഒരാൾക്ക് ഉപകാരമാകുവാണെങ്കിൽ അത് ഉപകാരമാകുമെന്ന് വിചാരിക്കുകയാണ്. ഞാൻ ഫുഡിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും പിന്നെ കെയറിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ. അപ്പോൾ വന്നവരാണ് ഇപ്പോൾ നമ്മൾ വീഡിയോസ് കാണുന്ന ഒരു സാരോട് പ്രത്യേകം പറയാനുള്ളത്, നല്ല വെള്ളത്തിൽ നന്നായിട്ട് കുളിക്കുക. പണ്ട് കാലത്തുള്ളൊരു ആൾക്കാർക്ക് പറഞ്ഞൊക്കെ കുളിക്കരുത്, ഇത് വന്നു കഴിഞ്ഞാൽ കുറേ ദിവസം കുളിക്കാൻ പാടില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ അതൊക്കെ വെറും തെറ്റിദ്ധാരണകളാണ്. നല്ല രീതിയിൽ കുളിക്കുക, നല്ല ശരീരത്തിന് തണുപ്പ് ചെല്ലി നല്ല രീതിയിൽ. പിന്നെ മുഖത്താണ് വന്നിട്ടെന്ന് വെച്ചാൽ മുഖത്ത് നല്ല രീതിയിൽ എപ്പോഴും ഇടവിട്ട് പച്ച വെള്ളത്തിൽ മുഖം കഴുകുക. പിന്നെ മുഖം കഴുകി കഴിഞ്ഞ് നമ്മൾ മുഖം തോർത്തുന്ന സമയത്ത് നല്ല രീതിയിലൊന്നും ഉരതി തോർത്താതെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് മാത്രം ഉപ്പിയെടുക്കട്ടെ. ആ വെള്ളം നനവ് മാത്രം ഒന്ന് ഉപ്പിയെടുക്കുക. വേറെ കഴിയുന്നതും മുഖത്തൊന്നും അപ്ലൈ ചെയ്യാണ്ടിരിക്കുക. ഈ പിമ്പിളൊക്കെ ഒന്ന് താനെ പോകാൻ അവസരം കൊടുക്കുക. ഇതിനൊക്കെ താനെ അങ്ങ് പോകാനുള്ളൊരു അവസരം കൊടുക്കുക. ഒരു 8 ദിവസമെങ്കിലും. ഈ 8-10 ദിവസം കഴിഞ്ഞതിന് ശേഷം വല്ല സ്കിന്നിൻ്റെ ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ നിർദ്ദേശിക്കുന്ന പ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ നല്ല വെള്ളം കുടിക്കുക, മാക്സിമം നല്ല വെള്ളം കുടിക്കുക. കാരണം ആൻറ്റിബയോട്ടിക്കാണ് നമ്മൾ കഴിക്കുന്നത്. 5 നേരം വെച്ചിട്ടാണ് നമുക്ക് ചിക്കൻ ബോക്സിൻ്റെ മെഡിസിൻ കഴിക്കാനുള്ളത്. അപ്പോൾ 5 നേരത്തിൽ നല്ല രീതിയിലുള്ള വെള്ളം നമ്മുടെ ശരീരത്തിൽ ചെല്ലണം. കാരണം അതും നല്ല ചൂടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ശരീരം എപ്പോഴും നല്ല വെള്ളം കൊടുക്കുക, ശരീരത്തിന് നല്ല തണുപ്പ് കൊടുക്കുക, ഡീഹൈഡ്രേറ്റിംഗ് ആവാണ്ട് നോക്കുക ശരീരം. അപ്പോൾ എന്തായാലും ഇതൊക്കെ തന്നെയാണ് എൻ്റെ ചിക്കൻ ബോക്സ് വിശേഷങ്ങൾ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും എൻ്റെ കമൻറ്റിൽ ചോദിക്കുക. ഇതിനെക്കുറിച്ചുള്ള എന്ത് സംശയങ്ങൾ ആര് ചോദിച്ചാലും ഞാൻ ഏത് നേരത്തും റിപ്ലൈ പറഞ്ഞു തരും. കാരണം ഞാൻ അനുഭവിച്ച ആ ഒരു വേദന വേറെ ഒരാൾക്കും വരരുതേ എന്നുള്ള പ്രാർത്ഥനയോടെ നമ്മൾ ഇന്നത്തെ എന്താ പറയുക ഈ ഒരു വീഡിയോ നിർത്താനുണ്ട്. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും, അസ്സലാമു.